ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോയുടെ അവസാനം ഈ 1500 മീറ്റർ അല്ലെങ്കിൽ 1600 മീറ്റർ ചെയ്യണം, ലോങ് റണ്ണിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാമിന, ബ്രീത്തിങ്, വർക്കൗട്ട് അതിനെക്കുറിച്ചുള്ളതൊക്കെ എൻ്റെ ഫ്രണ്ട് അബി, ചെറുപ്പമുള്ള കൂട്ടുകാരനാണ് അബി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ അബി, നമ്മൾ ചെയ്യുന്നത് ലോങ് റണ്ണിങ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഡൗട്ട് ബ്രീത്തിങ്, എല്ലാവരും ചോദിച്ചുള്ള ബ്രീത്തിങ് എങ്ങനെയാണ്, പിന്നെ എടുക്കുന്ന സ്പീഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രീത്തിങ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ബ്രീത്തിങ്, അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സ്റ്റാമിനയിലേക്ക് എത്തിക്കുക, അതൊന്ന് പറഞ്ഞു. ബ്രീത്തിങ് നമ്മൾ തുടങ്ങുമ്പോൾ മെയിൻ കാര്യം എല്ലാവർക്കും ഏറ്റവും സംശയം വരുന്നത് വായിൽ കൂടെയാണോ അതോ മൂക്ക് കൂടെയാണോ നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നതാണ് ഏറ്റവും സംശയം വരുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റണ്ണിങ്ങിൽ നമ്മൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം വായക്കൂടിയും ഒരെണ്ണം മൂക്കൂടി എടുക്കാനാണ്. ഇപ്പോൾ അത് നമ്മളെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ശരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് ആണ്, നമുക്ക് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ്ങിന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാണ്ടിരിക്കുക. എപ്പോഴും ലോങ് റണ്ണിങ്ങിന് ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കണം. ആ ഹോൾഡ് ചെയ്യണതിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി എന്ന് പറയുക. അത് നമ്മൾ മെയിനായിട്ട് നമുക്ക് ലങ്സിൻ്റെ ഇതിലാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു ബ്രീത്ത് എടുത്ത് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അപ്പോൾ അത് എടുക്കുമ്പോൾ ഒരു മാറ്റി എടുക്കുക. മൂക്കൂടി എടുത്തതിന് ശേഷം പിന്നെ വിടുക, പിന്നെ വായ വിടുക, അങ്ങനെ മാറ്റി എടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അറിയാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടി നിന്ന്. നമ്മൾ ഹോൾഡ് ചെയ്യണതാണ് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി. നമ്മൾ ആദ്യമൊക്കെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ മൂക്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. ബ്രീത്തിങ് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1500 മീറ്റർ പറഞ്ഞു. ഇപ്പോൾ 100 മീറ്റർ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുനിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു. 1500 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ബോഡി ലാംഗ്വേജിൽ വല്ല വ്യത്യാസം ഉണ്ട് ഈ 100 മീറ്ററും 1500 തമ്മിൽ? അങ്ങനെ എടുക്കുമ്പോൾ ഈ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ചെയ്യും? അത് നല്ല മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 1500 നമ്മൾ നിവർന്നിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ബോഡി പോസ്റ്റർ നമ്മൾ മുകളിൽ നിവർന്നിട്ടാണ് തുടങ്ങുന്നത്. 100 മീറ്റർ നമ്മൾ തുടങ്ങുന്നത് ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഇരുന്ന് ആദ്യത്തെ 30 മീറ്റർ നമ്മളൊന്നും കാണില്ല. നമ്മുടെ മുമ്പിലത്തെ ഒരു 10 മീറ്റർ ഗ്രൗണ്ട് മാത്രമാണ് കാണുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മൾ കൂട്ടത്തിലോടുമ്പോൾ നമ്മൾ നിവർന്ന് ഓടിയില്ലെങ്കിൽ ഇത് കാല് തട്ടി ഒരുപാട് അങ്ങനെ ആദ്യം തന്നെ വീണാൽ പിന്നെ നമുക്കുള്ള കോൺഫിഡൻസ് ഒക്കെ പോകും. നമ്മൾ എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലും. അപ്പോൾ ആദ്യം തന്നെ നിവർന്ന് നോക്കുക. നമ്മുടെ ബോഡി പോസ്റ്റർ നമ്മളെപ്പോഴും ഓടുമ്പോൾ 1500 ഓടുമ്പോൾ എപ്പോഴും നമ്മൾ നിവർന്ന് ആദ്യത്തെ ഒരു കുറച്ച് നമ്മളെന്തായാലും ബോഡി നമ്മൾ ഓടുമ്പോൾ ഒരു ആയൽ അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും ലേശം മുമ്പിലേക്ക് വരുന്നിട്ടാണ് നമ്മൾ ഓടുക. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് ഓടാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ ചെറിയൊരു പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ ചെസ്റ്റൊക്കെ ബ്രോഡ് ചെയ്തിട്ട് നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടും. ഓക്സിജൻ നമുക്ക് കൃത്യമായിട്ട് ആദ്യത്തെ ഒരു 300 മീറ്ററാണ് ഇതിൻ്റെ കോൺഫിഡൻസ്. നമുക്ക് ആദ്യത്തെ ഒരു 300 മീറ്റർ ഓടുമ്പോൾ നമുക്ക് കിതപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. പിന്നെ ഇത്തിരി ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ഉച്ചയ്ക്കാണ് ഇത് വരുന്നത്. 1 മണി നേരത്താണ് മിക്കവാറും സമയങ്ങളിൽ വരിക. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ചൂട്. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഒരു 300 മീറ്റർ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ടെക്നിക്കിൽ ഓടുകയാണെങ്കിൽ മുമ്പിലെ ആൾക്കാരെ ഓടിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മളൊരു ടെക്നിക്കിൽ ഓടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ബ്രീത്തിങ് ഓർഡർ ശരിയാക്കുക, പിന്നെ ബോഡി ലെവൽ കറക്റ്റ് ആക്കുക. ഇപ്പൊ നമ്മൾ ഈ ഓടുമ്പോഴേ ഈ ലുക്കിന് വല്ല പ്രധാനമുണ്ടോ? ഗ്രൗണ്ടിലേക്ക് നോക്കണോ അതോ സ്ട്രൈറ്റ് നോക്കണോ? അങ്ങനെ സ്ട്രൈറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. 1500 അല്ലെങ്കിൽ ഒരു 200 മീറ്ററിന് മേലെയുള്ളതൊക്കെ നമ്മൾ ചെറിയ ലോങ്ങുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് മാത്രം നോക്കുക. 100 മീറ്റർ ഓടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഇരുന്നിട്ടുള്ള സ്റ്റാർട്ടിങ് ആയാലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഐ കോണ്ടാക്റ്റും ചെസ്റ്റും ബ്രോഡ് ചെയ്ത് പിടിക്കുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മുഴുവനായിട്ടുള്ള ശ്വാസം അല്ലെങ്കിൽ വായു എടുക്കാൻ ബ്രീത്തിൻ്റെ കറക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വിരിഞ്ഞിരിക്കും മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഇപ്പോൾ ബ്രീത്തിങ്ങിൻ്റെയും പോസ്റ്ററും കഴിഞ്ഞു, ഐ കോണ്ടാക്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വാട്ടർ ലെവലാണ്. അതായത് ഈ 100 മീറ്റർ എന്ന് പറയുമ്പോൾ തുടങ്ങിയ സെക്കൻഡുകൾക്കുള്ള അവസാനിക്കും. ഈ 1500 എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 5 മിനിറ്റ് 40 സെക്കൻഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്ടറിൻ്റെ ലെവൽ എങ്ങനെയാണ്? അതായത് നമ്മൾ അമിതമായി കുടിച്ചാൽ കാച്ചിങ് വരും, കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തൊട്ട് അങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെ അത് വരുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് വെള്ളം കുടിക്കരുത് എപ്പോഴും. എന്തായാലും നമുക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടും. നമുക്ക് ഈ 1500 മീറ്ററിന് നമുക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടുന്ന ഇവൻ്റാണിത്. നമുക്ക് ബാക്കിയുള്ള കൈയിൻ്റെ ഇവൻ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടുന്ന ഇവൻ്റാണ്. നമുക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ബ്രീത്ത്
ഈ ഒന്നും കിട്ടാണ്ട് അവസാനത്തതാണല്ലോ 1500 വരുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ആ പുള്ളപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചെന്തായാലും നമുക്ക് ആ ശ്വാസം നമ്മുടെ ബ്രീത്ത് കറക്റ്റായി നമ്മൾ ഇത്തിരി വെള്ളം കുടിക്കുക. 1.5 ഗ്ലാസ് വെള്ളം കുടിച്ച് സെറ്റാവുക. 1.5 കവള് വെള്ളം കുടിച്ച് നമ്മളിരിക്കുക. അതിന് ശേഷം ഈ തൊട്ട് മുമ്പ് വെള്ളം കുടിക്കരുത്. വേണമെങ്കിൽ ഒരു ലേശം ഒരു 1/2 കവള് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നമുക്ക് ഏതാണ് നമുക്ക് സൂട്ടാവണമെന്ന്. ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റില്ല. പിന്നെ ചില ശരീരങ്ങളിൽ ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥ വരും വായിൽ. ടെൻഷൻ കാരണമാണ് മെയിനായിട്ട്. ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥ വരും വായിൽ. പിന്നെ നമ്മുടെ ഈ കാറ്റുള്ള കാരണം കൊണ്ട് നമുക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചൂട് അതിൻ്റെ വലിയൊരു കാരണമാണ്. ചൂട് വലിയൊരു കാരണമാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ചെറിയൊരു അല്ലിയിൽ വെളുത്തുള്ളിയുടെ ചെറിയ പീസ് വായിലിട്ടാൽ ആ വെള്ളം നമുക്ക് എപ്പോഴും വായിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒരെണ്ണം വേണ്ട, ഒരെണ്ണത്തിന്റെ ഇതെടുത്തിട്ട് ഒരു അല്ലി അത് പ്രാക്ടീസ് ചെയ്യുക തീരെ വെള്ളമില്ലാത്തവർക്ക്. അടുത്ത ചോദ്യം നമുക്ക് മറ്റുള്ള ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഓടുമ്പോ 100 മീറ്റർ എന്ന് വെച്ചാൽ നമ്മള് തുടങ്ങി അവസാനിക്കും. അത് വേറെ കാര്യമാണ്. ഇപ്പൊ 1500 ഓടുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ ഓടുക. അപ്പൊ ഒരു സ്ട്രൈറ്റ് ഓടേണ്ടി വരും, പിന്നെ കർവ് വരും, പിന്നെ സ്ട്രൈറ്റ് വരും, കർവ് വരും. ആ ഒരു കാര്യമുണ്ട്. അത് കൂടാതെ കൂട്ടായിട്ടാണ് ഓടുക. അതിലാണെങ്കിൽ ശബ്ദം കേട്ട പക്ഷെ ഓടുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നമ്മളെ മാനസികാവസ്ഥ മുമ്പിൽ ഓടണെ പിടിക്കുക എന്നുള്ളതായിരിക്കും. അതിനെ കുറിച്ചുള്ള ഈ ഓടുമ്പോഴുള്ള എടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ കർവ് വരുമ്പോൾ ചെയ്യണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? അത് ഫസ്റ്റ് ഇപ്പോൾ സിജ പറഞ്ഞ മാതിരി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ എത്ര പേരുണ്ടെങ്കിലും പൊക്കോട്ടെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സമയം ഏകദേശം സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്കൊരു ഇപ്പോൾ നമ്മൾ 5:44 എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു 5:40 എത്തിച്ചാലും നമുക്ക് അവിടെ സുഖമായിട്ട് ഒരു 15-20 സെക്കൻഡ് നമുക്ക് മുമ്പിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്. പിന്നെ ഓടേണ്ടത് ഈ ഡാഷിൽ അല്ലെങ്കിൽ കർവിൽ ഓടേണ്ടത് നല്ല വ്യത്യാസമുണ്ട്. ഒരിക്കലും നമ്മൾ കർവിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഓടരുത്. 2-3 കാരണങ്ങളുണ്ട് അത്. കാരണം കർവിൽ സ്ട്രെയിൻ ചെയ്ത് ഓടിയാൽ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് പെട്ടെന്ന് കുറയും. നമ്മൾ കൂടുതൽ എഫർട്ട് എടുക്കാണ് അവിടെ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്ത് നമ്മൾ പവർ എടുത്ത് ഓടരുത്. അതായത് ഈ 100 മീറ്റർ ഓടണ പോലെ തന്നെ കർവിൽ ഓടരുത്. നമ്മൾ ഈ ഡാഷിൽ ഓടുന്നത് ഒരിക്കലും കർവിൽ ഓടരുത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കർവ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർവിൽ എത്തുമ്പോൾ വെറുതെ ലോങ് സ്റ്റെപ്പ് ഇങ്ങനെ സ്ട്രൈഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം വായു എടുത്തിട്ട് അല്ലെങ്കിൽ ബ്രീത്ത് മാക്സിമം എടുത്തിട്ട് ലോങ് സ്റ്റെപ്പ് സ്ട്രൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ റിലാക്സേഷൻ പോലെ പവർ എടുക്കാൻ. അത് 2-3 കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ കൂട്ടത്തിലാണെന്ന് ഓടുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിയാൽ നമ്മുടെ കർവിൽ ഓടുമ്പോൾ നമ്മുടെ കാല് മടങ്ങും. പിന്നെ നമുക്ക് ആ ഇവന്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കഴിയും അവിടുത്തെ. പിന്നെ നിരങ്ങം നമ്മളെപ്പോഴും നമ്മുടെ ഗ്രൗണ്ടുകൾ ഒരിക്കലും പുല്ല് അല്ലെങ്കിൽ സിന്തറ്റിക് ആവില്ല. സിന്തറ്റിക് അല്ല, നമ്മുടെ ചരലുകളാണ് ഗ്രൗണ്ടുകൾ. അപ്പോൾ നിരങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പവർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വീഴാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചുറി പെയിൻ ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ ആംഗിൾ ട്വിസ്റ്റ് ആവാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. നമുക്ക് മുട്ടുമ്പിലേക്കൊന്നും വരില്ല എന്നുള്ളൊരു ഇതുള്ളൂ. പക്ഷെ നമ്മുടെ ആംഗിൾ കാല് മടങ്ങാൻ ഭയങ്കര സാധ്യതയുള്ളതാണ് ഈ കൂട്ടത്തിൽ ഓടണാറുണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മൾ ഒരിക്കലും കർവില് ഫുൾ ബ്രീത്ത് എടുത്തിട്ട് അല്ലെങ്കിൽ ഫുൾ സ്ട്രെച്ച് എടുത്തിട്ട് ഓടരുത്. കർവില് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇവിടെ കുറയ്ക്കണത് പക്ഷെ നമ്മൾ ഡാഷിൽ പിടിക്കണം. അതായത് ഈ കർവിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഫ്രീ ആക്കിയിട്ട് ഓടുന്നത് സ്ട്രൈറ്റ് കിട്ടുമ്പോൾ നമ്മൾ പിടിക്കണം. അതാണ് അങ്ങനെയാണ് ബേസിക് അതിന് ചെയ്യുക. 100 മീറ്റർ ഉണ്ടായിരിക്കുള്ളൂ. 100 മീറ്റർ ആണ് ഏറ്റവും വലിയ ഗ്രൗണ്ടുകളിൽ വരുന്നത്. അപ്പൊ അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണല്ലോ, അത് ശ്രദ്ധിക്കണം. കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോളൂ. നല്ലൊരു പോയിന്റ് ആണ്. ഈ കർവ് വരുമ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഇച്ചിരി കാല് സ്റ്റെപ്പ് നീട്ടി നമുക്ക് ലങ്സ് ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഒന്ന് കുനിയേണ്ടി വരും. നമുക്ക് തിരിവല്ലേ, നമുക്ക് എപ്പോഴും നമുക്ക് 100 മീറ്റർ ഓടിയ മാതിരി തന്നെ നമുക്ക് ഇങ്ങനെ ഓടാൻ പറ്റില്ല. ബ്രോഡ് ചെയ്ത് വെച്ച് ഓടാൻ പറ്റില്ല. നമ്മൾ കുനിയേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഓടുമ്പോൾ വെച്ചാൽ ഒരു 1500-1600 മീറ്റർ ആണ്. അപ്പോൾ ഓരോ ഗ്രൗണ്ടും 400 അല്ലെങ്കിൽ 300 മാക്സ് 500ന്റെ കുറവാണ്. 400, 300 ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത്രയും റൗണ്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇത്രയും റൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മളെ മാനസികാവസ്ഥ ഇങ്ങനെ ആദ്യം തന്നെ കുറേ ഓടിയെത്തുക, പിന്നെ അപ്പോൾ അവസാനം എനിക്കതൊക്കെ ഇതാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ആകെ ചെയ്യേണ്ടത് 1500 മീറ്ററാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1000 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ കൂടുതൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 700 മീറ്റർ എങ്കിലും കൂടുതൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അവിടുന്ന് നമ്മളൊരു 700 മീറ്റർ പിടിക്കണം. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് നമുക്ക് അവിടെ പോകുമ്പോൾ നമ്മുടെ ആ ടെൻഷനിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതാണ് എപ്പോഴും നമ്മൾ കൂടുതൽ ചെയ്ത് പഠിക്കുക.
അതാണ് അതിൻ്റെ ബേസിക് കാര്യം. അപ്പോൾ 1500 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1500 മീറ്റർ മാത്രം ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു 2200 അല്ലെങ്കിൽ 2500 വെച്ചിട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ അന്ന് പോകുമ്പോൾ റിലാക്സ് ആയിരിക്കും, കുറച്ചും. ചിലവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ ആദ്യം പതുക്കെ ഓടുക എന്നിട്ട് അവസാനം നമുക്ക് ഓടി അവസാനം പിടിക്കാമെന്ന്. അത് ശരിക്കും മണ്ടത്തരാണ്. കാരണം നമ്മളവിടെ ഓടുന്നത് കൂട്ടത്തിലാണ്. നമുക്കപ്പോൾ നമ്മളെ കയ്യിൽ വാച്ചുണ്ടെങ്കിൽ നമുക്ക് സമയം നോക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് മുമ്പിൽ പോകുന്നുണ്ട്, നമുക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും ലാസ്റ്റും ഏറ്റവും ഫസ്റ്റും ഓടാനുള്ള ശ്രമം നടത്തണ്ട. നമ്മളെപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു മീഡിയം ലെവൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ മീഡിയം ലെവൽ ആദ്യത്തെ ഒരു 2 റൗണ്ടാണ് നമ്മൾ നമ്മുടെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ കുറയരുത്. അതിന് നമ്മൾ കൂടി വരണം. അതാണ് അതിന്റെ ബേസ് ആയിട്ടുള്ളത് നമ്മൾ അവിടെ ഓടുമ്പോൾ ഉള്ളത്. തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് കയറി പോകാനും പാടില്ല, റിലാക്സ് ഇറങ്ങാനും പാടില്ല, മൈൻഡ് സെറ്റ് ചെയ്യരുത്. അപ്പൊ ഒരു സ്പീഡ് പിടിക്കാം, നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന സ്പീഡ് കിട്ടും, അത് പിടിക്കുക തുടക്കം തന്നെ. അതിന് നമ്മൾ ഇറങ്ങില്ല എന്തായാലും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2 റൗണ്ട് ആവും നമ്മളൊന്ന് ഹീറ്റായി വരാൻ. അപ്പൊ നമ്മൾ അതിന് കുറയ്ക്കാൻ പാടില്ല നമ്മൾ സ്പീഡ്. ഇനി നമുക്ക് വാമപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് അതിന്റെ ഒരു ഏരിയ എങ്ങനെയാ വരുന്നത്? നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്ന ഇവൻ്റാണ്. നമ്മളൊന്ന് ആദ്യം ഓടി നോക്കുക ചെയ്യുക. പക്ഷെ നമ്മളവിടെ കോമ്പറ്റീഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിന് അന്ന് പോകുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഇവൻ്റാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 100 മീറ്റർ ചെയ്യാൻ നമ്മൾ എന്തായാലും കുറച്ച് വാമ്പ ഉണ്ടാവും. 100 മീറ്ററിനും ഹൈ ജമ്പിലും ലോങ് ജമ്പും നമുക്ക് വാമ്പില്ലാണ്ട് ചെയ്യാൻ പറ്റാത്ത ഇവൻ്റുകളാണ്. പിന്നെ കൈയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ 2-3 ഇവൻ്റുകൾ വരുന്നുണ്ട്. കൈയൊക്കെ ചെയ്ത് വാമ്പ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഈ നമ്മുടെ ലോങ് ജമ്പ് അല്ലെങ്കിൽ ഹൈ ജമ്പ് കഴിഞ്ഞിട്ട് 2-3 ഇവൻ്റ് കഴിഞ്ഞിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരും നമുക്ക്. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ തൈസ് സ്ട്രെച്ച് ചെയ്യാനുള്ളത്. തൈസിന് ബേസിക് ആയിട്ടുള്ള ഡൈനാമിക് ഉള്ള വാമ്പായിട്ട് 2-3 എന്തായാലും നമ്മൾ ചെയ്യണം. തൈസ് അതുപോലെ കാലിൻ്റെ നമ്മുടെ ഷിന്നിൻ്റെ അവിടെ അല്ലെങ്കിൽ ഷിന്നും കാഫും ഈ കാഫ് നന്നായിട്ട് വലിയണ 2-3 എക്സസൈസ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. കാരണം നമ്മളിത് ടോലാണ് മാക്സിമം ഓടേണ്ടത്, പതിച്ച് വെച്ചിട്ട് ഓടരുത്. നമ്മൾ ടോൽ ഓടുമ്പോൾ മസിൽ പിടിക്കാണ്ടിരിക്കാനാണ് ഇത് വലിക്കണം എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ജമ്പ് ഇവൻറ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടാവും. നമുക്ക് ബോളേറും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് വെള്ളം കുടിക്കുക, അതിന് ശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അടുത്തത് നമുക്ക് എപ്പോഴും കമൻ്റൊക്കെ വരുന്നതാണ് ഈ പെയിൻ പറയുമ്പോൾ ആദ്യം തന്നെ വരിക മുട്ടുവേന, പിന്നെ കാഫ് വേന, ഷിൻബോൺ പെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വിചാരം അവർക്ക് മാത്രമേ ഈ പെയിൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത്, പിന്നെ അതിനുള്ള പ്രതിവിധി എന്താണ്, അത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ മെയിനായിട്ട് ഈ ഇവൻ്റ് സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണവർക്കാണ് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഷിൻബോണിൻ്റെ അവിടെ പെയിൻ വരിക, മുട്ടിൻ്റെ അവിടെയൊക്കെ പെയിൻ വരിക. അത് ബേസിക്കലി നമ്മൾ തീരെ ചെയ്യാണ്ടിരിക്കുക കുറേ കാലമായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇളകുമ്പോൾ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഈ പെയിനൊക്കെ ഉണ്ട്. പിന്നെ ഈ മുട്ടുവേദനയാണ് കൂടുതലായിട്ട് വരുന്നത് എല്ലാവർക്കും. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് കൂടുമ്പോഴാണ് മെയിനായിട്ട് മുട്ടുവേദന. പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ പെട്ടെന്ന് ഓടി നിൽക്കുമ്പോഴുള്ള ടിസ്റ്റുകളാണ് നമുക്ക് ഈ മുട്ടുവേദനയ്ക്ക് കാരണം. അപ്പോൾ നീ ക്യാപ്പ് ഇട്ട് ഓടി ശീലാക്കാണ്ടിരിക്കുക. നീ ക്യാപ്പ് ഇട്ട് തുടങ്ങിയാൽ നമുക്ക് നീ ക്യാപ്പ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ പരമാവധി ഇങ്ങനെ മുട്ടുവേദനകൾ വരുമ്പോൾ നമുക്ക് ബാമിട്ട് നമ്മൾ ചൂടാക്കുക. കൈകൊണ്ട് ചൂടാക്കുക, പരമാവധി കൈകൊണ്ട് ചൂടാക്കുക. പിന്നെ ഇപ്പോൾ ഈ റെസ്റ്റുള്ള ദിവസങ്ങളാണെങ്കിൽ ചൂട് വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. എപ്പോഴും ഉഴിഞ്ഞിട്ട് ഇറക്കുക നമ്മൾ അടിയിലേക്ക്. ചിലവർക്കൊരു ശീലങ്ങളുണ്ട്, മുകളിലേക്ക് ഉഴിഞ്ഞിങ്ങനെ മുകളിലേക്ക് ആക്കും. ഒരിക്കലും മുകളിലേക്ക് ഒഴിയരുത്. അതായത് പെയിൻ ഉള്ളിടത്ത് ബാം ഇട്ടിട്ട് അത് ഉഴിഞ്ഞ് താഴേക്ക് ഇറക്കി ഹീറ്റ് ആക്കുക, കൈകൊണ്ട് ഉരച്ച് ചൂടാക്കുക. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത്രയും കാലം ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതിനു വേണ്ടി മാത്രം വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മുടെ നീര് കെട്ടിയിട്ടുണ്ടാവും. നീർക്കെട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മളെന്തെങ്കിലും മേലാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് അത് പുറത്തേക്ക് കണ്ടു തുടങ്ങും. പെയിനായിട്ട് വരിക. പെയിൻ എല്ലാവർക്കും ഉണ്ട് ശരിക്ക്. പക്ഷെ ഒന്നും നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ നമുക്ക് ആ നീർക്കെട്ട് പോവും. പിന്നെ പരമാവധി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക, സ്വയമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ആവി പിടിക്കുക, ഐസ് വയ്ക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഐസ് വയ്ക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇഞ്ചുറി പറ്റിയ വശം തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടാണ് വയ്ക്കുക? ഈ ചൂട് പിടിക്കുന്നത് എങ്ങനെയാണ്? വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചൂട് പിടിക്കുക, ഈ മുട്ടുവേദനയ്ക്കാണ് നമ്മൾ ചൂട് പിടിക്കുക. നമ്മൾ ഈ ഷിൻബോണിന് നമ്മൾ പെയിൻ വരുന്നത് നമ്മൾ ഈ ബോഡി വെയിറ്റ് കൂടുമ്പോഴും പെട്ടെന്ന് ഒരു ട്വിസ്റ്റിനൊക്കെയാണ് നമുക്ക് വരുന്നത്. എന്നാലും ഈ പ്രാക്ടീസ് കഴിഞ്ഞ് വൈകുന്നേരം ചെന്ന് ചൂട് പിടിച്ചാൽ നല്ലതാണ്. അത് ശരി. ഈ നമുക്കൊരു ഇഞ്ചുറി പറ്റുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാല് തിരിയുമ്പോൾ ആദ്യത്തെ ഒരു 2 മണിക്കൂറിനുള്ളിൽ വേണം ഐസ് വയ്ക്കാൻ. ഐസ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 2 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഐസ് വയ്ക്കേണ്ടത്.
ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കാലത്ത് പറ്റി, പിന്നെ വൈകുന്നേരം നമ്മൾ പോയിട്ട് ഐസ് വയ്ക്കരുത് ഒരിക്കലും. വൈകുന്നേരമാണ് നമ്മൾ ചൂടാക്കുക ചെയ്യേണ്ടത്, അതിന് നമ്മൾ ചൂട് വയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാല് മടങ്ങുക അങ്ങനത്തേതാണെങ്കിൽ ആദ്യം തന്നെ ഐസ് വയ്ക്കുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഐസ് വെച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഓടുമ്പോൾ നമ്മളെ ഇപ്പോൾ ഷോർട്ട് പുട്ടൊക്കെ കൈയൊക്കെ വാമ്പ് ചെയ്യണ വരും. ഓടാൻ നിൽക്കുമ്പോൾ ഏതൊക്കെ മസിലിനാണ് നമ്മൾ മറ്റേ വാമ്പ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് മസാജ് ഉണ്ട്? നമ്മൾ മെയിനായിട്ട് അതിന് കൊടുക്കേണ്ടത് ഒന്ന് നമ്മുടെ തൈസിനാണ്, പിന്നെ കാഫും. നമ്മുടെ ഇതിൽ നമ്മൾ പെട്ടെന്നൊരു ഓട്ടം 100 മീറ്റർ ഓട്ടത്തിനൊക്കെ നമ്മൾ ചെയ്യുക, ഹീറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബാമിട്ട് ഇതാണ് ചെയ്യുക. അപ്പോൾ ബാം നിർബന്ധമായിട്ട് എല്ലാവരും ഒരു സ്ട്രിപ്പ് കയ്യിൽ വെക്കുക. കാരണം വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ഹീറ്റ് കിട്ടാനാണ്. നമുക്ക് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മളൊരു അരമണിക്കൂർ ഓടുന്ന പോലെ നമുക്ക് കോമ്പറ്റീഷനിൽ അപ്പോൾ പോയിട്ട് അരമണിക്കൂർ ഓടി വാമാവാൻ പറ്റില്ല. അതായത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ക്രൗഡ് ഉണ്ടായിരിക്കാം, നമുക്ക് അങ്ങനെ വാമാവാനുള്ള സമയം കിട്ടില്ല. അതിനാണ് ബാം കയ്യിൽ വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 100 മീറ്റർ ഓടുന്നതിനേക്കാൾ മുന്നേ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തൈ മസിൽ 100 മീറ്റർ ഓടുന്നതിനേക്കാൾ നന്നായിട്ട് സ്ട്രെച്ച് ആവണം. കാരണം ഈ തൈസിൻ്റെ മുൻഭാഗത്താണ് പെയിൻ വരാനുള്ള സാധ്യത. കാരണം അവിടെ പെയിൻ വന്നാൽ നമുക്ക് 1500 മീറ്റർ ഓടുമ്പോഴും ബാധിക്കും. പിന്നെ ഇവിടെ പെയിൻ വന്നാലും നമുക്ക് ഇതിൻ്റെ ഇന്നർ മസിലിൽ നമുക്ക് കൊളുത്തി പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ പെയിൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തൈസിൻ്റെ ഇന്നറിൽ നമുക്ക് കൊളുത്തി പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മളപ്പോൾ ഈ ഉള്ളിലത്തെ കൊളുത്തി പിടിച്ചാലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ജമ്പ് ചെയ്യാണ്ട് ഹൈ ജമ്പ് ചെയ്യാണ്ട് നമുക്ക് ആ സ്ട്രെച്ച് നമുക്ക് ഒറ്റ കുതിപ്പൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ 100 മീറ്ററിന്റെ കേസിൽ വരുമ്പോൾ ആദ്യം തന്നെ ബാമിട്ട് നമ്മൾ ഇതാക്കി പരമാവധി റിലാക്സ് ആക്കിയിട്ട് നമ്മുടെ മസിൽ ഇതാക്കിയിട്ട് ആണ് ആദ്യം തുടങ്ങേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു കൂട്ടുകാരൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂട്ടുകാർ ചെയ്തു തരും. പക്ഷെ നമ്മൾ തന്നെ സ്വയം ചെയ്ത് പഠിക്കുക. കോമ്പറ്റീഷന് മുമ്പ് നമുക്ക് കൂട്ടുകാരുണ്ടാവണമെന്ന് ഇല്ല, സ്വയം ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുക ഇത് മെയിനായിട്ട്. നമുക്കിപ്പോൾ പലരും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എല്ലാ ദിവസവും വന്ന് ഈ 5:40 ടൈം പിടിക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ശരിയല്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ചോടണ്ടേ, പിന്നെ ആഴ്ചയിൽ എത്ര വട്ടം ഈ ടൈം പിടിക്കണം, അങ്ങനെ കാര്യം ഒന്ന് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ 20 മിനിറ്റാണ് നമ്മൾ ആദ്യം ജോഗ് ചെയ്ത് തുടങ്ങേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ സ്പീഡ് കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്യുറസി കൂട്ടാൻ, അതായത് എൻഡ്യൂറൻസിന് ഏറ്റവും വേണ്ടത് നമ്മളൊരു 300 മീറ്റർ ഓട്ടം ഡെയിലി നമ്മൾ റിപ്പീറ്റേഷൻ 50 സെക്കൻഡാണ് നമുക്ക് അതിൻ്റെ സമയം നോക്കേണ്ടത്. നമ്മൾ 300 മീറ്റർ ഓടുക, എന്നിട്ട് ഇതിൻ്റെ റിപ്പീറ്റേഷൻ നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. കാരണം നമ്മൾ തുടക്കക്കാരൊരിക്കലും നമ്മൾ ഒരു 5-10 ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ 3 ചെയ്യുക, പിന്നെ 40 സെക്കൻഡാണ് നമ്മളതിൻ്റെ റെസ്റ്റ്. ഇപ്പോൾ 50 സെക്കൻഡ് ഓടുകയെന്ന് വെച്ചാൽ ഒരു 10 സെക്കൻഡ് കുറച്ചിട്ട് അല്ലെങ്കിൽ 30 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും നമ്മൾ 300 മീറ്റർ. നമ്മൾ ഈ 300 മീറ്റർ ഓടുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു കർവ് കിട്ടും. അതിൽ ഒരു കർവ് കിട്ടും, പിന്നെ 2 ഡാഷ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ 300 മീറ്റർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 2 കർവിൽ നമ്മൾ സെറ്റ് ചെയ്യരുത്, അതിൽ പ്രാക്ടീസ് ചെയ്യരുത്, അതിലേക്ക് ചെയ്യുക. നമ്മൾ കപ്പാസിറ്റി നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളത് എണ്ണം കൂട്ടുക. പിന്നെ ഈ 3 എണ്ണത്തിൻ്റെ നമ്മളൊരു 4 ദിവസം നമ്മൾ ചെയ്താൽ നമ്മൾ 6ാമത്തെ ദിവസം നമുക്ക് റെസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ 5ാമത്തെ ദിവസം നമ്മളൊരു റിപ്പീറ്റേഷൻ നമ്മൾ ഒരെണ്ണം കൂട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രീത്തിങ് കപ്പാസിറ്റി നമ്മൾ 40 സെക്കൻഡ് നമ്മൾ റെസ്റ്റ്, നമ്മൾ 30 സെക്കൻഡ് ആവുക. അതാണ് നമ്മളതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള സാധനം. പിന്നെ ബ്രീത്തിങ് കപ്പാസിറ്റി കൊടുത്തിട്ട് ഈ 300 മീറ്റർ ഗ്യാപ്പ് ഇല്ലാണ്ടാവുക അവസാനം. അപ്പോൾ എനിക്ക് ആദ്യം 3 റൗണ്ട് ചെയ്യുക, പിന്നെ 5 റൗണ്ട് ചെയ്യുക, അങ്ങനെ ഗ്രാജുവലി പതുക്കെ കൂട്ടുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 1500 അല്ലാണ്ട് നേരെ 2200 ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ പിന്നെ തുടക്കക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോഗിങ് ആണ്. നമ്മൾ വാമ്പായുള്ള ജോഗിങ് അത് നമ്മൾ 20 മിനിറ്റ് മസ്റ്റാണ്. 20 മിനിറ്റ് നമ്മൾ എന്തായാലും ചെയ്യണം. 20 മിനിറ്റ് നിങ്ങൾ സമയം നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 20 മിനിറ്റ് നിങ്ങൾ ടോല് നിൽക്കാണ്ട് 20 മിനിറ്റ് ഓടുക. നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നമുക്കൊരു വിഷയമില്ല, കാര്യമില്ല. അത് നമ്മൾ 20 മിനിറ്റ് നമ്മൾ ഓടണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ 5 റൗണ്ട് ഓടുക, ചില ആൾക്കാർ 7 റൗണ്ട് ഓടുക, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ 20 മിനിറ്റ് ജോഗ് ചെയ്യുക, ടോല് ജോഗ് ചെയ്യുക 20 മിനിറ്റ്. അതാണ് നമ്മുടെ ബേസിക് എയിം, അതാണ് നമ്മുടെ വാംപ് ഫസ്റ്റത്തെ. നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഡൗട്ട്സ് ഒക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ മെസ്സേജിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മറുപടികൾ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 1500 ഇപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, സ്ട്രൈറ്റ് ഓടുക അത്രേ ഉള്ളൂ, ടോൽ ഓടുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും റീചെക്ക് ചെയ്യുക. ബ്രീത്തിൻ്റെ കാര്യം, പിന്നെ കർവിലത്തെ കാര്യം, പിന്നെ വെള്ളം കുടിക്കുന്ന ഒരു കാര്യം, പിന്നെ വർക്കൗട്ട് ഓവർ വർക്കൗട്ട് ചെയ്യരുത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ പ്രോപ്പർ റെസ്റ്റ്, പിന്നെ മസാജ്, ഇത് ബാമിട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. ചെയ്ത് കാണിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, 1500 മീറ്റർ ഇപ്പോൾ ടൈമിൽ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാലോ. ജസ്റ്റ് നിങ്ങൾ തന്നെ ഓടി എടുക്കുക. ആക്ഷൻ ഒന്ന് പോസ്റ്റർ നിർത്തിയിട്ട് ചെയ്യുന്ന ആക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോസാണ്. പിന്നെ അറിയാലോ ഇവിടെ ഈ റൗണ്ട് ബട്ടൺ ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അഭിയെ വളരെ ഉപകാരം, നമുക്ക് അടുത്ത വട്ടം പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.